12ാം ദിവസവും ഇറാനിലേക്ക് ഉഗ്ര ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഒട്ടും പിന്നോട്ടല്ലെന്ന നയമാണ് തങ്ങൾക്ക് എന്ന് ഇറാനും വ്യക്തമാക്കുന്നു. കണ്ണിന് കണ്ണ് എന്ന നിലയിൽ തിരിച്ചടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് അമേരിക്കയ്ക്ക് ആവശ്യമില്ല, എന്നാൽ ആണവായുധം നേടാൻ ഇറാനെ അനുവദിക്കില്ലെന്ന കർക്കശ നിലപാടിലാണ് ട്രംപ് ഇന്നലെ രാത്രി ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾക്ക് വേണ്ടെന്ന് ഇന്നലെ രാത്രി ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നത്. എന്നാൽ ലോകത്തെ എണ്ണക്കപ്പൽ ഗതാഗതത്തിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ പാതയായ ഹോർമുസിനെ ഇറാൻ്റെ നിയന്ത്രണത്തിലാക്കാൻ അനുവദിക്കില്ലെന്നും അതിനാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നുമാണ് ട്രംപിൻ്റെ വിശദീകരണം. ജോർജിയയിൽ നടന്ന റാലിയിലാണ് ഹോർമുസ് സംബന്ധിച്ച നിർണായകമായ നിലപാട് ട്രംപ് വെളിപ്പെടുത്തിയത്. അമേരിക്കയ്ക്ക് ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കേണ്ട സാഹചര്യമില്ലെന്ന് അദ്ദേഹം പറയുന്നു. ആഗോള എണ്ണ വിപണിയിലെ വലിയൊരു വിഹിതം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നും ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ വെനസ്വേലൻ ഏകാധിപതി നിക്കോളാസ് മഡുറോയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും പിടികൂടിയ നടപടിയെയും ട്രംപ് പരാമർശിച്ചു. ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല, എന്നാൽ ഇറാൻ ഒരിക്കലും ആണവായുധം ലഭിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതായിരുന്നു ജോർജിയയിലെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്തം. അതിനെ ന്യായീകരിക്കാൻ ട്രംപ് ചൂണ്ടിക്കാട്ടിയതാണ് വെനസ്വേലയിലെ കൈകടത്തലിൻ്റെ. വെനസ്വേലയ്ക്ക് അതിശയകരമായ എണ്ണസമ്പത്തുണ്ട്. അമേരിക്കയുടെയും വെനസ്വേലയുടെയും എണ്ണശേഖരം ചേർന്നാൽ ലോകത്തെ ആകെ എണ്ണ വിപണിയുടെ ഏകദേശം 62% അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. അതിനാൽ ഞങ്ങൾക്ക് കടലിടുക്കുകളോ മറ്റൊന്നും ആവശ്യമില്ലെന്നാണ് ട്രംപ് വിശദീകരിച്ചത്. ഇറാനെതിരെ തുടർച്ചയായ 12ാം രാത്രിയും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും പരസ്പരം സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്ന സാഹചര്യത്തിലാണ് ആക്രമണം ശക്തമാകുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി സെൻട്രൽ കമാൻഡ് എക്സ് പോസ്റ്റ് ഇറക്കി. പ്രാദേശിക സമുദ്ര മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന സാധാരണ ചരക്ക് കപ്പലുകളെയും സിവിലിയൻ നാവികരെയും ഭീഷണിപ്പെടുത്താനുള്ള ഇറാൻ്റെ ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് പോസ്റ്റിൽ സെൻട്കോം പറഞ്ഞത്. ഇനി ഇറാൻ ഹോർമുസിൽ കപ്പലുകൾ ആക്രമിച്ചാൽ ഇറാൻ്റെ ഒരു പാലമോ വൈദ്യുതി നിലയമോ തകർക്കുമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിൻ്റെ ഭീഷണിയുണ്ട്. ഇതിനെല്ലാം മറുപടിയായിട്ടാണ് കണ്ണിന് കണ്ണ് എന്ന നിലയിലായിരിക്കും ഇനി പ്രത്യാക്രമണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി പ്രതികരിച്ചു. എക്സിലായിരുന്നു അരാക്ചിയുടെ കുറിപ്പ്. ഇന്നലെ അമേരിക്ക ആക്രമണം തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ കുവൈത്ത് ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ അയച്ചു. അവ കുവൈറ്റിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുമുണ്ട്. അമേരിക്കയാണെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കുന്നുമില്ല, ഇറാനാണെങ്കിൽ സമവായത്തിൻ്റെ വഴി സ്വീകരിക്കുന്നുമില്ല. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായതിൻ്റെ 12 നാളുകളാണ് കടന്നുപോകുന്നത്. അതിനിടയിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യം മിഡിൽ ഈസ്റ്റിൽ നടന്നിട്ടുണ്ട്. സൗദി അറേബ്യയുമായി ചരിത്രപരമായ ആണവ കരാറിൽ അമേരിക്ക ഒപ്പുവെച്ചു. കരാർ സൗദി അറേബ്യയ്ക്ക് ഭാവിയിൽ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി ലഭിക്കുന്നതിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ ഊർജ്ജ വകുപ്പാണ് കരാർ ഒപ്പിട്ട വിവരം ഇന്നലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സമാധാനപരമായ ആണവ സഹകരണ കരാർ എന്നതാണ് ഇതിനെ അമേരിക്കയും സൗദിയും വിശദീകരിക്കുന്നത്. അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജമന്ത്രി പ്രിൻസ് അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് കരാറുകൾ ഒപ്പുവെച്ചത്. അമേരിക്കൻ ഊർജ്ജ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതിനനുസരിച്ച് സമാധാനപരമായ ആണവ സഹകരണ കരാറിലും ഉഭയകക്ഷി സുരക്ഷാ ഉറപ്പ് കരാറിലുമാണ് ഒപ്പുവച്ചതെന്നും അമേരിക്കൻ ഊർജ്ജ വകുപ്പ് വിശദീകരിക്കുന്നു. ഈ സഹകരണം അമേരിക്കൻ ആണവ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയിൽ ഉയർന്ന വേതനമുള്ള തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഊർജ്ജ വകുപ്പ് വ്യക്തമാക്കി. അമേരിക്കയുടെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തലാണ് ലക്ഷ്യമെന്നും കരാറിനെക്കുറിച്ച് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ കരാറുകൾ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള വാണിജ്യബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് പ്രതിഫലിക്കുന്നത്. ഇത് അമേരിക്കയിൽ കൂടുതൽ സാമ്പത്തിക സമൃദ്ധി സൃഷ്ടിക്കുന്നതിനും വിദേശത്തുള്ള നമ്മുടെ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്നും ക്രിസ് റൈറ്റ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്: ഈ കരാറുകൾ ആണവ സുരക്ഷയുടെയും ആണവായുധ വ്യാപന നിരോധനത്തിൻ്റെയും ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണെന്ന ഉറപ്പുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.